2025 വൈദ്യശാസ്ത്ര നൊബേലിന് 3 പേർ അർഹരായി. മേരി ഇ ബ്രൻകോ, ഫ്രെഡ് റാംസ്റ്റെൽ, ഷിമോൺ സക്കാകുച്ചി എന്നിവർക്കാണ് പുരസ്കാരം ലഭിച്ചത്. അജിന ചേരുകയാണ് വിവരങ്ങൾ നൽകാൻ. അജിന, ഏതൊക്കെ മേഖലകളിലാണ് ഇവരുടെ സംഭാവനകൾ? അസിത, ഈ വൈദ്യശാസ്ത്ര നൊബേലിൻ്റെ പുരസ്കാരം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ വർഷത്തെ നൊബേൽ സമ്മാന പ്രഖ്യാപനം ആരംഭിച്ചിരിക്കുന്നത്. പ്രധാനമായും മേരി ഇ ബ്രൻകോ, ഫ്രെഡ് റാംസ്റ്റെൽ, ഷിമോൺ സക്കാകുച്ചി ഈ 3 പേർക്കാണ് ഇപ്പോൾ വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഇവർക്ക് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അതായത് നമ്മുടെ ശരീരത്തിലുള്ള പ്രതിരോധ ശേഷിയുടെ രഹസ്യം കണ്ടെത്തി, അതായത് രോഗപ്രതിരോധ ശേഷിയുടെ നിർണായക രഹസ്യം കണ്ടെത്തിയതിനാണ് ഇപ്പോൾ ഈ 3 പേർക്കും നൊബേൽ സമ്മാനം നൽകിയിരിക്കുന്നത്. അതായത് ശരീരത്തിൻ്റെ സ്വയം പ്രതിരോധ ശേഷി, ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം എന്തുകൊണ്ട് ഈ ശരീരത്തിലെ തന്നെ അവയവങ്ങളെ ആക്രമിക്കുന്നില്ല എന്നാണ് ഇതിൻ്റെ ഒരു നിർണായക കണ്ടെത്തലുമായി ഇപ്പോൾ ഇവർ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ രോഗങ്ങളുണ്ടല്ലോ, അപ്പോൾ ഈ രോഗങ്ങൾ എന്തുകൊണ്ട് ചിലർക്ക് മാത്രം വരുന്നു, ചിലർക്ക് മാത്രം വരുന്നില്ല, ഇതും ഇവരുടെ ഈ പഠനത്തിൽ നിർണായക കണ്ടെത്തലുകളാണ്. പിന്നീട് നമ്മുടെ ശരീരത്തിൽ ഈ രോഗപ്രതിരോധ സംവിധാനത്തിൻ്റെ കാവൽക്കാർ എന്നറിയപ്പെടുന്നതാണ് ടി സെല്ലുകൾ. അപ്പോൾ ഈ ടി സെല്ലുകൾ എങ്ങനെയാണ് ഈ പ്രതിരോധ സംവിധാനം മറ്റു സെല്ലുകളെ ആക്രമിക്കാതെ പ്രതിരോധിക്കുന്നതും ഇങ്ങനെ തുടങ്ങിയ 3 നിർണായക കണ്ടെത്തലുകളാണ് പ്രധാനമായും ഇവരുടെ ഈ ഒരു പഠനത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത് അസിത. അതായത് ചുരുക്കി പറഞ്ഞാൽ 2025 വൈദ്യശാസ്ത്ര നൊബേൽ ശരീരത്തിലെ ഈ ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഒരു നിർണായക കണ്ടെത്തലുകളും അതുപോലെ തന്നെ ടി സെല്ലുകളെ കുറിച്ചുള്ള കണ്ടെത്തലുകളുമാണ് വഴിത്തിരിവായിരിക്കുന്നത്. ഇത് ഇനി നമ്മുടെ ഭാവിയിൽ അതുപോലെ തന്നെ അവയവദാനം, അതുപോലെ തന്നെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയ ഒരു ഇതിൽ വലിയൊരു മാറ്റം തന്നെ കൊണ്ടുവരുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. നമ്മൾ ഈ 3 സയൻറ്റിസ്റ്റുകൾ, ശാസ്ത്രജ്ഞരെ നോക്കിയാൽ ഈ മേരി ഇ ബ്രൻകോ സിയാറ്റിലിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോളജിയിലെ ഗവേഷകയും, അതുപോലെ തന്നെ ഫ്രെഡ് റാംസ്റ്റെൽ സാൻ ഫ്രാൻസിസ്കോയിലെ സെനോമ ബയോതെറാപ്യൂട്ടിക് സ്ഥാപകനും, ഷിമോൺ സക്കാകുച്ചി ജപ്പാനിലെ ഒസാക്ക സർവകലാശാലയിലെ ഗവേഷകനുമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം, അതായത് നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി എന്തുകൊണ്ട് ശരീരത്തിലെ തന്നെ സ്വയം സെല്ലുകൾ, അതായത് അവയവങ്ങളെയൊന്നും ആക്രമിക്കുന്നില്ല എന്നാണ് ഇവരുടെ നിർണായക കണ്ടെത്തൽ. അതുപോലെ തന്നെ ഈ രോഗപ്രതിരോധ ശേഷിയുടെ കാവൽക്കാർ എന്നറിയപ്പെടുന്ന ടി സെല്ലുകൾ എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കുന്നത് തുടങ്ങിയ നിർണായക കണ്ടെത്തലുകളാണ് ഇവർ കണ്ടുപിടിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ രസതന്ത്രം, അതുപോലെ തന്നെ ഭൗതിക ശാസ്ത്രം, സാഹിത്യം, സമാധാനം, അതുപോലെ തന്നെ സാമ്പത്തിക ശാസ്ത്രം എന്നീ മേഖലകളിലെ നിർണായക കണ്ടെത്തലുകൾക്കും നൊബേൽ സമ്മാനം ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അസിത, ശരി, 3 പേരാണ് ഇത്തവണത്തെ വൈദ്യശാസ്ത്ര നൊബേൽ പങ്കിടുന്നത്. അജിനിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.